സമയം വൈകിട്ട് 5:30. തിരുവനന്തപുരം പെരുമല സ്വദേശിയായ അഫാൻ എന്ന യുവാവ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് യുവാവ് വെളിപ്പെടുത്തിയതോടെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഞെട്ടിത്തരിച്ച നിമിഷങ്ങൾ. 2 മണിക്കൂറിനിടെ 3 വീടുകളിലായി 6 പേരെ വെട്ടി. അതിൽ പെൺസുഹൃത്തും സ്കൂൾ വിദ്യാർത്ഥിയായ സഹോദരനും മുത്തശ്ശിയും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. വെട്ടേറ്റ അമ്മയുടെ നില അതീവ ഗുരുതരം. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള സ്ഥലങ്ങളിലായിരുന്നു നാടിനെ നടുക്കിയ കൂട്ടക്കുരുതി. പോലീസ് സംഘം ഇവിടെ എത്തുമ്പോഴേക്കും ചോര തളം കെട്ടി നിൽക്കുന്ന നിലയിൽ 3 വീടുകൾ. അഫാൻ എന്ന യുവാവ് കൂട്ടക്കുരുതി നടത്തിയതിൻ്റെ കാരണം എന്തായിരിക്കും? അയാൾ ലഹരിക്കടിമയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കേരളത്തെ നടുക്കി തലസ്ഥാനത്ത് കൊലപാതക പരമ്പര. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് 3 വീടുകളിലായി 5 പേരെ യുവാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ട് 5:30 വെഞ്ഞാറമൂട് സ്വദേശി അഫാൻ എന്ന യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. താൻ 6 പേരെ വെട്ടിയെന്ന് പറയുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 3 വീടുകളിലായി 5 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അഫാന്റെ അമ്മ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നടത്തിയ കൊലപാതകമെന്നാണ് യുവാവിൻ്റെ അഫാന്റെ മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ പ്രതി അഫാൻ ലഹരിക്കടിമയാണോ? ഇക്കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി വെഞ്ഞാറമൂട്ടിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേരുന്നു. ഷംന, ഈ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ്. അതും 3 വീടുകളിലായി തൻ്റെ പ്രിയപ്പെട്ടവരെ, കാമുകിയെ, സഹോദരനെ അടക്കം, മുത്തശ്ശിയെ അടക്കം ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. ഞെട്ടലോടെ മാത്രമാണ് ഈ വാർത്ത നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എപ്പോഴായിരുന്നു ഈ കൊലപാതകം, ഈ കൂട്ടക്കുരുതി നടന്നത്? ഇതിൻ്റെ കാരണം ഈ സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന ഈ പ്രതിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? ഈ പ്രതി ലഹരിക്കടിമയാണോ? പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഷംന? നാടിന് നടുക്കിയ ഈ വെഞ്ഞാറമൂടിനെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ മാത്രമല്ല, കേരളത്തെ ഒന്നാകെ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകം. കാരണം കേരള ചരിത്രത്തിൽ തന്നെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ക്രൂരമായ ഒരു കൂട്ടക്കൊലപാതകം കേട്ടിട്ടുണ്ടാകില്ല ആരും. അതിക്രൂരമായാണ് ഈ പ്രതി അഫാൻ 5 പേരെയും, അതായത് സ്വന്തം ഉറ്റവരെ, ഉമ്മയെയും കൊല്ലാൻ ശ്രമിച്ചു. ഉമ്മ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിലാണ്. സ്വന്തം അനിയനെയും ഉമ്മയെയും ഉപ്പയുടെ സഹോദരനെയും ഭാര്യയെയും അടക്കം ഉറ്റവരെ അടക്കം 5 പേരെ കൊലപ്പെടുത്തി ഈ പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നു. അതിക്രൂരമായ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ മുഖം തിരിച്ചറിയാൻ പോലും ആവാത്ത വിധത്തിൽ അത്രയധികം വികൃതമായിരുന്നു. ചുറ്റിക കൊണ്ട് 3 പേരെയും, അതായത് ഈ അഫാന്റെ കാമുകിയെയും പെൺസുഹൃത്തിനെയും അനിയനെയും ഉമ്മയെയും ഒരുപോലെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചു ഒരുപോലെ മുറിപ്പെടുത്തിയാണ് ഈ കൊലപാതക ശ്രമം നടത്തിയത്. ഒപ്പം തന്നെ ഈ പ്രതി നേരത്തെ പോലീസിനോട് മൊഴി നൽകിയതനുസരിച്ച് ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അതാണ് പിന്നീട് കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പിന്നീട് അത് നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. പക്ഷേ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ ഇപ്പോൾ പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതിന് പ്രധാന കാരണം ഈ പ്രതി കൊല ചെയ്യാൻ ശ്രമിച്ച പ്രതിയുടെ സ്വന്തം മാതാവ് ഷീമയുടെ സഹോദരനും അതുപോലെ തന്നെ ഈ നാട്ടുകാർ, പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് അത്തരമൊരു സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനില്ല. മുൻകാലങ്ങളിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളും കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതങ്ങനെയല്ല. സാഹചര്യം മാറി. വർഷങ്ങൾക്കിപ്പുറം ഈ കുടുംബത്തിന്റെ കടങ്ങളും മറ്റു പ്രയാസങ്ങളും ലോണും ഉൾപ്പെടെ എല്ലാം തീർത്തും മാറി. ഇപ്പോൾ ഇടയ്ക്ക് വിദേശത്ത് ഉൾപ്പെടെ പോകുന്ന, വിസിറ്റിങ്ങിന് ഇടയ്ക്കിടയ്ക്ക് വിദേശത്തേക്ക് ഉൾപ്പെടെ പോകുന്ന ഒരു കുടുംബമാണ്. മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഇല്ല. ഒപ്പം തന്നെ ഈ അടുത്ത ബന്ധുക്കൾ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു കൊലപാതകത്തിനുള്ള കാരണം എന്തായിരിക്കും? അതറിയണമല്ലോ. ഇയാൾ പറയുന്നതനുസരിച്ച് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഇല്ല എങ്കിൽ മറ്റൊരു കാരണം കാണണം. ഇയാൾ ലഹരിക്കടിമയാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക
വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിരുന്നോ? നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്ന വിവരം എന്താണ്? ഇപ്പോഴും അതിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ പ്രതി അഫാൻ ഒരിക്കലും ഒരു ലഹരിക്കടിമയായിരുന്നില്ലെന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സിഗരറ്റ് പോലും ഈ അഫാൻ വലിക്കുന്നതായി ഈ നാട്ടുകാർ കണ്ടിട്ടില്ല. അത്തരത്തിൽ മറ്റ് ഈ മോശമായ കൂട്ടുകെട്ടിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു ഈ ലഹരിക്കടിമയായ ഒരു ഗ്യാങ്ങിന്റെ അടുത്തൊന്നും ആയിരുന്നില്ല അഫാൻ ഉണ്ടായിരുന്നത്. വളരെയധികം നാട്ടുകാരുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുന്ന ഒരാളായിരുന്നു അഫാൻ. ഒരു ലഹരിയോ മറ്റ് ഉപയോഗങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അഫാന് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. ഫർസാന, വെണ്ണാറമൂട് സ്വദേശിയായ ഫർസാനയുമായി അഫാൻ പ്രണയത്തിലായിരുന്നു. ഈ കുട്ടിയെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് അഫാൻ വീട്ടിൽ നിന്നും വെണ്ണാറമൂട്ടിലെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്. അതിനുശേഷം അഫാന്റെ ഈ വാപ്പയുടെ, അതായത് അഫാന്റെ ഉപ്പയുടെ മാതാവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇവരല്പം മാറിയാണുള്ളത്. ഇവരുടെ അടുത്തേക്ക് പോയി ആദ്യം ഈ പെൺകുട്ടിയെ സ്വീകരിക്കണമെന്നും പ്രണയബന്ധം അംഗീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നു. പക്ഷെ അത് നടന്നില്ല, അല്ലെങ്കിൽ അവരത് അംഗീകരിച്ചില്ല. അതിനുശേഷം അവരെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ ഈ പിതാവിന്റെ ജ്യേഷ്ഠനെയും ഒപ്പം തന്നെ ജ്യേഷ്ഠന്റെ ഭാര്യയെയും ചെന്ന് കാണുന്നത്. കിലോമീറ്ററുകൾ താണ്ടി 10-16 കിലോമീറ്ററുകൾ താണ്ടി അവിടെ ചെന്ന് ഈ പ്രതി പിന്നീട് ആവശ്യപ്പെടുന്നു ഇത്തരത്തിൽ തന്നെ ഈ ഫർസാനയെ സ്വീകരിക്കണം, പ്രണയബന്ധം അംഗീകരിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. പക്ഷെ അതും ഉണ്ടായില്ല. അതിനുശേഷം അവരെ കൊലപ്പെടുത്തുന്നു. പിന്നീടാണ് സ്വന്തം വീട്ടിലേക്ക് ഉമ്മയുടെയും അനിയന്റെയും അടുത്ത് വരുന്നത്. പിന്നീട് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിക്രൂരമായി തന്നെ തലയ്ക്ക് ചുറ്റുക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിക്കുന്നു. ഈ അഫാൻ പ്രണയവുമായി ബന്ധപ്പെട്ട് വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഇയാളുടെ പ്രണയബന്ധത്തോട് എതിർപ്പുണ്ടായിരുന്നു. അതായിരിക്കും ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് കാരണമായത്. കാരണം ഏറ്റവും ആദ്യം അഫാൻ വെട്ടിയത് സ്വന്തം അമ്മയെയും ഈ കാമുകിയുമാണെന്ന് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ടോം, ആദ്യം ഇയാൾ കൊലപ്പെടുത്തിയത് വാപ്പയുടെ ഉമ്മയെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വാപ്പയുടെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠന്റെ ഭാര്യയെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സ്വന്തം വീട്ടിലെത്തി ഉമ്മയെയും അനിയനും കൊലപ്പെടുത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് തന്നെയായിരുന്നോ കാരണം? അതായത് ഈ പ്രണയബന്ധം കുടുംബം എതിർത്തത് തന്നെയായിരുന്നോ കാരണം എന്നത് സംബന്ധിച്ചിട്ടൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഈ അഫാൻ ചെന്ന് കണ്ട ആരും ഇപ്പോൾ ജീവനോടെയില്ല, അല്ലെങ്കിൽ ഉമ്മ വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, മറ്റാരും തന്നെ ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഈ കൊലപാതകത്തിന് കാരണം എന്ന കാര്യത്തിൽ വ്യക്തത വരാൻ അഫാന്റെ മൊഴിയെടുക്കണം, വിശദമായ മൊഴിയെടുക്കണം. അല്ലെങ്കിൽ ഈ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലുള്ള ഉമ്മ അത് പിന്നീട് ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അത് തന്നെ എന്നാൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ ഒരു നാട്ടുകാരുടെ അടക്കം ഒരു നിഗമനം ഇത് തന്നെയാണ്. ഈ പ്രണയബന്ധം ഈ വീട്ടുകാരും കുടുംബക്കാരും നിരസിച്ചതിലുള്ള ഒരു പക, അല്ലെങ്കിൽ ഈ ഫർസാനയെ കുടുംബം അംഗീകരിക്കാത്തതിലുള്ള ഒരു പകയായിരിക്കാം എന്നാണ് നാട്ടുകാരുടെ ഒരു നിഗമനം. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടിയുമായി പ്രതിക്ക് എത്ര കാലത്തെ ബന്ധമുണ്ടായിരുന്നു എന്നോ എപ്പോഴാണ് ഈ പ്രതി കുട്ടിയുമായി വന്നതെന്നോ ഒന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല. ഇന്ന് അഫാന്റെ കൂടെ മറ്റ് ഈ പ്രദേശത്ത് വെച്ച് ബൈക്കിൽ പോകുന്നതായി കണ്ടവരുണ്ട്. പക്ഷെ അപ്പോഴും അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചൊന്നും നാട്ടുകാർക്ക് മറ്റ് വ്യക്തതകളൊന്നുമില്ല. ഈ പ്രതി എന്തായാലും അഫാൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങുന്നത്. പോലീസിനോട് ഞാൻ കൊലപാതകങ്ങൾ ചെയ്തു, ഉമ്മയെയും സഹോദരനെയും കാമുകിയെയും ഒക്കെ കൊന്നു എന്ന് പറയുന്നു. അപ്പോഴും ആദ്യം പോലീസ് വിചാരിച്ചിരുന്നത് മാനസിക പ്രശ്നങ്ങൾ ഉള്ള ആളാണോ എന്നത് സംബന്ധിച്ച അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിരുന്നു. പിന്നീട് അത് 3 പേരെ മാത്രമല്ല മറ്റ് 3 പേരെ കൂടി കൊന്നിട്ടുണ്ട്. അതായത് വാപ്പമ്മയെയും അതുപോലെ ഉപ്പയുടെ സഹോദരനെയും ഭാര്യയെയും ഒക്കെ കൊന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 6 കൊലപാതകങ്ങൾ നടത്തിയെന്നാണ് പോലീസിനോട് ഈ പ്രതി ഏറ്റു പറഞ്ഞത്. പിന്നീട് ഈ വീട്ടിലെത്തിയപ്പോൾ, അഫാന്റെ വീടിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലെത്തിയപ്പോൾ പ്രതി കൊലപാതകങ്ങൾക്ക് ശേഷം ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഈ പോലീസിന് ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലേക്ക് കയറാൻ പോലും
സാധിക്കാത്ത അവസ്ഥയായിരുന്നു. കാരണം ഗ്യാസ് ഓൺ ചെയ്ത് പോയതുകൊണ്ട് തന്നെ ഈ വാതിലുകൾ തുറക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് സംഘം അടക്കമെത്തിയാണ് പിന്നീട് ഈ വാതിലുകൾ പൊളിച്ചകത്തേക്ക് കയറുന്നതും. ആദ്യം കാണുന്നത് അഫാന്റെ മാതാവിനെയാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ, നെറ്റിയിലാണ് ചുറ്റിക കൊണ്ടടിച്ചിരുന്നത്. വളരെ ഗുരുതരാവസ്ഥയിൽ മാതാവിനെ കാണുന്നു. അതിനുശേഷം ചെറിയ ജീവൻ ഉണ്ടായിരുന്നു, ഒരു തുടിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് മാതാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. മറ്റ് സമീപത്ത് തന്നെയായി 13 വയസ്സുള്ള അനിയനുണ്ടായിരുന്നു. അപ്പോഴും ഈ നാട്ടുകാരൊക്കെ വലിയ അധികം ഭീതിയിൽ, ഒരു ഞെട്ടലായിരുന്നു. കാരണം ഏട്ടനും ഈ അനിയനും എപ്പോഴും ഒപ്പമുള്ള, അത്രയും അധികം കുഞ്ഞനിയനെ സ്നേഹിച്ചിരുന്ന ഒരു ജ്യേഷ്ഠനായിരുന്നു. പള്ളിയിൽ പോകുമ്പോഴും മറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഈ അനിയനെ കൂടെ കൊണ്ട് നടന്നിരുന്ന ഒരു ജ്യേഷ്ഠനായിരുന്നു. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്ര ക്രൂരമായി ഈ കൊലപാതകങ്ങൾ ചെയ്യാൻ സാധിച്ചത് എന്ന് സംബന്ധിച്ച് വലിയ ചോദ്യം ഇപ്പോഴും, വലിയ ഒരു ഭീതി ഇപ്പോഴും ഈ നാട്ടുകാരുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ 2 പേര് മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നായിരുന്നു നിഗമനം. പക്ഷെ പിന്നീടാണ് മുകളിൽ ചെന്നപ്പോഴാണ് ഈ പെൺകുട്ടിയെ, ഫർസാനയെ, മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സമാന രീതിയിലുള്ള മുറിവുകളായിരുന്നു ഈ അനിയന്റെയും ഫർസാനയുടെയും ഒപ്പം തന്നെ മാതാവ് ഷെമീന്റെയും തലയിലുണ്ടായിരുന്നത്. ഒരുപോലെ ചുറ്റിക കൊണ്ട് മാരകമായി മുറിപ്പെടുത്തിയ രീതിയിലായിരുന്നു. മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വികൃതമായ രീതിയിലായിരുന്നു മുഖമുണ്ടായിരുന്നത്. പിന്നീട് മറ്റ് ഈ വാപ്പുമ്മയെ ആദ്യം അവിടെ നിന്നും ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്തൊക്കെ ബാത്റൂമിലോ മറ്റോ തെന്നി വീണതായിരിക്കാം എന്ന ഒരു സംശയത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് പ്രതി തന്നെയാണ് വാപ്പുമ്മയെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റു പറയുന്നത്. അതിനുശേഷമാണ് അതും കൊലപാതകമായിരുന്നു. 88 വയസ്സുള്ള ഒരു വൃദ്ധയായ സ്ത്രീയെ, സ്വന്തം ഉപ്പയുടെ അമ്മയെ കൊല ചെയ്യുന്നതിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് അങ്ങനെ ഈ 5 കൊലപാതകങ്ങളും മാതാവിനെ അടക്കം ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിലും കാണുന്നതും അങ്ങനെയാണ്. എന്തായാലും വലിയൊരു ഭീതിയിലാണ് ഈ നാട് ഒന്നാകെ എന്നത് തീർത്തും പറയാൻ സാധിക്കും. കാരണം ഈ പ്രതി ഒരു ഘട്ടത്തിൽ പോലും ലഹരി ഉപയോഗിക്കുന്നതായോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഈ നാട്ടിലോ മറ്റോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായോ ഒന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല. വളരെയധികം സൗമ്യനായി പെരുമാറുന്ന, കൂടുതലൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും വളരെയധികം നന്നായി പെരുമാറുന്ന ഒരാളായിരുന്നു അഫാൻ. ഒപ്പം തന്നെ ഈ കുടുംബം, അഫാന്റെ ഉമ്മ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവമുള്ള ആളൊന്നുമല്ല. എപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി മറ്റ് അത്തരം അടുത്ത ബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ പോലും വളരെ സ്നേഹത്തിലും അതുപോലെ തന്നെ വളരെ അടുപ്പത്തിലും കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. ഒരിക്കലും ഒരു കൊലപാതകം ഈ അഫാൻ ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ നാട്ടുകാർക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിന്റെ ഞെട്ടലിൽ മാറാതെ തന്നെയാണെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കും. ടോം, എന്തായാലും ഈ മൊഴിയെടുക്കലടക്കം പൂർത്തിയായാലേ കൃത്യമായ വിവരം പുറത്തു വരികയുള്ളൂ. ഈ ആദ്യഘട്ടത്തിൽ ഈ പ്രതി പോലീസിനോട് പറഞ്ഞതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യയിലേക്ക് വരെ ആലോചിച്ചതായിരുന്നു. അത് നടക്കാതെ വന്നതോടുകൂടിയാണ് ഇങ്ങനെ ഒരു കുരുതി അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നത് എന്നതൊന്നും ഈ നാട്ടുകാരോ അടുത്ത ബന്ധുക്കളോ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇടയ്ക്കിടെ വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു കുടുംബമായിരുന്നു. മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതായൊന്നും ഈ അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മൊഴി, ആദ്യഘട്ടത്തിൽ വന്ന മൊഴി നാട്ടുകാർ ഉൾപ്പെടെ തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഉറച്ചു പറയുന്നത്. ഒപ്പം മറ്റെന്ത് പ്രശ്നമായിരുന്നു ഇയാൾക്ക് ഇടയിൽ ഉണ്ടായിരുന്നത്? ഈ പ്രണയബന്ധം നിരസിച്ചത് തന്നെ ആവാം കാരണം. പക്ഷെ അപ്പോഴും സ്വന്തം പ്രണയിനിയെ അല്ലെങ്കിൽ കാമുകിയെ, പെൺ സുഹൃത്തിനെ എന്തിനാണെന്നാൽ ഇയാൾ കൊന്നത്, അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി തന്നെ സ്വന്തം അനിയനെയും ഈ ഉറ്റവരെയും കൊലപ്പെടുത്തിയതുപോലെ തന്നെ കാമുകിയെയും എന്തിനാണ് കൊന്നത് എന്നതും വലിയ ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ഈ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ കൂടി ശ്രമിച്ചിട്ടുണ്ട്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം എലിവിഷം കഴിച്ചിരുന്നു പ്രതി. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നത്. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പ്രതി തന്നെ പോലീസിനോട് ഏറ്റു പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മോടൊപ്പം ഇപ്പോൾ നാട്ടുകാർ ക്രിട്ടിക്കൽ തന്നെയാണ്. ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് ഡോക്ടർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ബ്രെയിൻ ഡാമേജ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇടയ്ക്ക് തീരെ അങ്ങ് അൺകോൺഷ്യസ് ആയതാണ് അവർ സംശയിച്ചു. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്.
ടോം, വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഉമ്മയ്ക്ക്, അതായത് ഈ അഫാന്റെ ഉമ്മയ്ക്ക് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിയ ഒരു പുരോഗതി കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലെങ്കിലും, ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസമുള്ള വാർത്ത പുറത്തു വരുന്നതായാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ടോം, ഈ ഡോക്ടർമാരാണ് ഇപ്പോൾ വിളിച്ചത്. അവരാണ് ഇക്കാര്യം പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറത്ത് വരുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്ന 75 ലക്ഷം ഷംന സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അഫാൻ എന്ന് പറയുന്നു. മാത്രമല്ല ലഹരി ഉപയോഗിക്കില്ലായിരുന്നു, മറ്റു രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതോടൊപ്പം ഷംന തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന് വൈകിട്ട് 5:30-ക്കാണ് ഈ പ്രതി അഫാൻ താൻ 6 പേരെ വെട്ടി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ ഒരു അതായത് 2 മണിക്കൂറിനിടെ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായുള്ള 3 വീടുകളിലെത്തുന്നു. 3 വീടുകളിൽ പോയി 6 പേരെ വെട്ടുന്നു. അതിൽ 5 പേർ കൊലപ്പെടുന്നു. ഈ സമയങ്ങളിലൊന്നും ഈ കൊലപാതക വിവരം പുറലോകമൊന്നും അറിഞ്ഞിരുന്നില്ല. അയൽവാസികളോ മറ്റു ബന്ധുക്കളോ അറിഞ്ഞിരുന്നില്ലേ? ടോം, അതന്നെയാണ്. ഈ കുടുംബം വലിയ രീതിയിൽ ഈ അയൽവാസികളുമായോ പ്രദേശവാസികളുമായോ ഒന്നും വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ അഫാന്റെ ഉമ്മ ഏറെ വർഷമായി ഈ ക്യാൻസർ പേഷ്യൻ്റ് ആയതിനെ തുടർന്ന് തന്നെ വലിയ പുറത്തേക്കൊന്നും ഇറങ്ങാതെ എപ്പോഴും വീടിനുള്ളിൽ തന്നെ കഴിയുന്ന ഒരാളായിരുന്നു. പിന്നീട് ഈ അഫാന്റെ അനിയനാണെങ്കിൽ പോലും സ്കൂളിൽ പോയി വരുന്ന ഒരു കുട്ടിയാണ്. അതിനപ്പുറത്തേക്ക് മറ്റ് ഈ പുറത്തു പോവുകയോ അല്ലെങ്കിൽ പ്രദേശവാസികളുമായോ ഒന്നും അത്ര അധികം ബന്ധമുള്ള കുടുംബമൊന്നുമല്ല. പക്ഷേ എന്നാൽ ആരുമായും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്നേഹത്തിൽ തന്നെയായിരുന്നു. ഈ കൊലപാതകം നടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ തുറന്നു പറഞ്ഞ് ഏറ്റുപറഞ്ഞ് അതിനുശേഷം പോലീസ് എത്തുമ്പോൾ മാത്രമാണ് ഈ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകൾ വരെ ഈ കാര്യങ്ങൾ അറിയുന്നത്. അതുവരെയും ഇത്തരമൊരു കൊലപാതകം, ഒരു അരുംകൊല, കൂട്ടക്കൊല ഈ നാട്ടിൽ നടന്നിട്ട് പോലും ഇതാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഈ പോലീസ് ജീപ്പുകൾ വന്നു നിൽക്കുമ്പോൾ, ആംബുലൻസുകൾ വന്നു നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു നാടിനെ നടുക്കുന്ന ഒരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അറിയുന്നതും. ഒപ്പം തന്നെ ഇപ്പോഴും ഈ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റു കാര്യങ്ങളോ ആണോ എന്നത് സംബന്ധിച്ച് ഒക്കെ അവ്യക്തതകൾ ഉണ്ട്. ഇപ്പോഴും ഈ പ്രതി പറഞ്ഞതനുസരിച്ച് 75 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു. പലപ്പോഴായി ഈ കുടുംബക്കാരോടുൾപ്പെടെ ഈ പ്രശ്നത്തിനായി അല്ലെങ്കിൽ പണത്തിനായി ചോദിച്ചിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ബാധ്യതയുണ്ടായിരുന്നതിനെ തുടർന്നാണ് ഈ ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നത്. പക്ഷേ അത് നടക്കാതെ വന്നതോടുകൂടി കൊലപാതകത്തിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് പ്രതി പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ അടുത്ത ബന്ധുക്കൾ പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ്. ഇനി ആ കാര്യത്തിലൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണ സംഘമൊക്കെ സമീപത്ത് തന്നെ SP അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ, ഈ പ്രതി എന്താണ് പറഞ്ഞതെന്നടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു തീർച്ചയായും ഷംന സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല അവ്യക്തതകളുമുണ്ട്. കാരണം എന്തിനാണ് കൊലപ്പെടുത്തിയത് മാത്രമല്ല, ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ സ്വന്തം അമ്മയെ, സഹോദരനെ, അതല്ലെങ്കിൽ കാമുകിയെ കൊലപ്പെടുത്തുക. പക്ഷെ എന്തിനാണ് മുത്തശ്ശിയെയും പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയും ഒക്കെ കൊലപ്പെടുത്തിയത് എന്തിനാണെന്ന ചോദ്യമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അങ്ങനെ ഈ കുടുംബങ്ങളുമായി, വീട്ടുകാരുമായി, ബന്ധുക്കളുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഫാൻ. അതോ അവരുമായി ഈ കുടുംബത്തിൽ പലപ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ടോം, ഈ കുടുംബവുമായുള്ള പ്രശ്നങ്ങളൊന്നും ആ കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. നിലവിൽ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളതായി ഇവിടെ ആർക്കും അറിയില്ല. പ്രദേശവാസികൾക്കോ മറ്റേ നമ്മളോട് ഈ അഫാന്റെ ഉമ്മയുടെ സഹോദരൻ നമ്മളോട് സംസാരിച്ചിരുന്നു. കുടുംബവുമായി അത്തരത്തിൽ വലിയൊരു പ്രശ്നമുള്ളതായി ഒന്നും അദ്ദേഹവും പറഞ്ഞില്ല. അവർക്ക് അറിയില്ലായിരുന്നു. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. സാമ്പത്തിക ബാധ്യത ഉൾപ്പെടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. പക്ഷേ ഈ അഫാൻ കൊന്നത് അല്ലെങ്കിൽ ഈ അതിക്രൂരമായി
കൊന്നത് ഈ ഉപ്പയുടെ സഹോദരനെയും അതുപോലെ ഉപ്പയുടെ ഉമ്മയെയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപ്പയുടെ വീട്ടുകാരുമായി മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചൊക്കെ ഇനി വിവരങ്ങൾ വരേണ്ടതുണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഈ കൂട്ടത്തിൽ അഫാൻ ചെന്ന് നേരിട്ട് കണ്ട ആരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ല. അല്ലെങ്കിൽ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്, പക്ഷെ മറ്റാരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായ കാര്യം. ഒപ്പം ഉള്ളത് ഈ അഫാൻ പറയുന്നത് പോലെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തിനാണ് ഈ കുടുംബത്തിനെ, അതായത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഈ കൊലപാതകം നടത്തിയത്? ഇവരാരും തന്നെ അഫാന്റെ വീട്ടിലോ മറ്റോ താമസിക്കുന്നതല്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത് സമീപത്ത് താമസിക്കുന്നവരല്ല. കിലോമീറ്ററുകളോളം 16 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് ഈ അഫാൻ ഈ മറ്റ് 3 കൊലപാതകങ്ങൾ നടത്തിയത്. അതെന്തിനായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നതും. ഒപ്പം തന്നെ ഒരു ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഈ ഫർസാന, അഫാന്റെ പെൺസുഹൃത്ത് ഫർസാന വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്, വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി ഇറങ്ങി വന്നതിന് പിന്നാലെ നേരിട്ട് ആദ്യം അഫാൻ പോയി കാണുന്നത് വാപ്പയുടെ ഉമ്മയെയാണ്, പിന്നീട് പോയി കാണുന്നത് വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയുമാണ്. ഇവരെ പോയി കാണാനുള്ള ലക്ഷ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് ഈ കുടുംബക്കാരെ നേരിട്ട് പോയി കാണാനും അവരെ കൊല ചെയ്യാനും എന്തായിരുന്നു അഫാന്റെ മോട്ടീവ് എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു ലഹരിക്കടിമയായ ആളൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇനി മറ്റ് കാര്യങ്ങൾ, ഈ ഡിപ്രഷൻ പോലത്തെ എന്തെങ്കിലും അവസ്ഥയിലായിരുന്നു അഫാൻ ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ള അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്, അഫാന്റെ വീടിന് സമീപത്തെത്തിയിട്ടുണ്ട്. അവരോടൊക്കെ നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ 6 പേരെയാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ അഫാൻ എന്ന 23-കാരൻ കൊലപ്പെടുത്തിയത്. 3 വീടുകളിലായാണ് ഈ കൂട്ടക്കുരുതി നടന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി അഫാൻ പോലീസിനോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. 6 പേരെ താൻ വെട്ടിയെന്ന് പറയുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് 5 പേരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിൽ വെട്ടേറ്റ അഫാന്റെ അമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഷംന, ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ അഫാന്റെ വീട്ടിലടക്കം പരിശോധന നടത്തുകയാണ്. 3 ഇടങ്ങളിലും ഒരേ പോലീസ് സംഘമാണോ അന്വേഷണം നടത്തുന്നത്? അതായത് ഈ കൊലപാതകം നടന്ന 3 വീടുകളിലും ഒരേ സംഘമാണോ, അതോ 3 പോലീസ് സ്റ്റേഷനുകളിൽ 3 സംഘങ്ങളായിട്ടാണോ ഈ കേസ് അന്വേഷിക്കുന്നത്? ടോം, ഇപ്പോൾ ഈ ഡിവൈഎസ്പി അടക്കമുള്ളവർ ചേർന്ന് വലിയൊരു ടീം തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഈ പ്രതിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനടക്കം ശേഷമായിരിക്കും കൂടുതൽ അന്വേഷണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘം അഫാന്റെ വീട്ടിൽ, അതായത് 3 പേരെ ഒന്നിച്ച് കൊല ചെയ്ത അഫാന്റെ സഹോദരനെയും ഉമ്മയെയും പെൺസുഹൃത്തിനെയും കൊല ചെയ്ത അഫാന്റെ വീട്ടിൽ ഇപ്പോൾ ഡിവൈഎസ്പി, എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊല ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ഈ പ്രതിക്ക് മറ്റ് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വെറും ഒരു പ്രകോപനത്തിന്റെ പേരിലോ മറ്റോ നടന്ന കൊലപാതകമല്ല ഇത് എന്ന് വ്യക്തമാണ്. കാരണം 3 പേരെയും, ഈ വീട്ടിൽ മരിച്ച 3 പേരെയും ഒരുപോലെ തലക്കടിച്ചാണ് ഈ പ്രതി കൊലപ്പെടുത്തിയത്. ഒരുപോലെയുള്ള വെട്ടുകളായിരുന്നു 3 പേരുടെ നെറ്റിയിലും ഉണ്ടായിരുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹങ്ങൾ കണ്ട അവർ പറയുന്നത്. ഈ അഫാന്റെ ഉമ്മ ഈ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ 3 പേർക്കും ഒരുപോലെയായിരുന്നു വെട്ടേറ്റത്, രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ. അതിനുശേഷം പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ പോലും ഈ വീട് തുറന്ന് അകത്ത് കയറാൻ കഴിയാത്ത അവസ്ഥ. കാരണം ഗ്യാസ് സിലിണ്ടർ തുറന്ന് ഇട്ടതിന് ശേഷമായിരുന്നു പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. അതുകൊണ്ട് ലഹരിക്കടിമകളായ യുവാക്കളും മനോനില തെറ്റിയവരും കേരളത്തിലെ കുടുംബങ്ങളെ കണ്ണീരണിയിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും പോലും കൊലപ്പെടുത്താൻ മടിക്കാത്ത തലമുറ. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല ഒറ്റപ്പെട്ട സംഭവമല്ല. സ്വന്തം മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഉൾപ്പെടെ കൂട്ടക്കുരുതി നടത്തിയ കൊടും കുറ്റവാളികൾ നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം
പേടി സ്വപ്നമാണ്. നന്ദൻകോട്ടെ കേഡൽ ജിൻസൺ രാജ, ചേന്ദമംഗലത്തെ ഋതു, പാലക്കാട് നെന്മാറയിലെ ചെന്താമര, ഈ പേരുകൾക്കൊപ്പമാണ് ഇനി അഫാൻ എന്ന യുവാവിനെയും കേരളം ഓർക്കുക. എന്തായിരിക്കും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലയ്ക്ക് കാരണം? അഫാനെ കൂട്ടക്കുരുതിക്ക് നയിച്ച കാരണം എന്താണ്? വെട്ടുകത്തിയും ആയുധങ്ങളും എടുക്കുന്ന മലയാളി യുവാക്കളെ പേടിക്കേണ്ടതുണ്ട്. ഇതോടെ ഇന്നത്തെ പോലീസ് ഫോട്ടോ പൂർണ്ണമാകുന്നു. നമസ്കാരം.